2017 റിലീസായ സീക്രട്ട് ഫ്രൂട്ട് എന്ന വളരെ രസകരമായ ഒരു ടീനേജ് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് രണ്ട് ചെറിയ കുട്ടികൾ റിവറിന്റെ അടുത്ത് ഇരിക്കുന്ന ടീം. അതിലെ പെൺകുട്ടി വെള്ളത്തിലേക്ക് അപ്രതീക്ഷിതമായി വീണത് കണ്ട് ഒട്ടും സംശയിക്കോ പേടിക്കോ ചെയ്യാതെ ആ ഒരു കൂടെ ഉണ്ടായിരുന്ന പയ്യനും അവളെ രക്ഷിക്കാനായി വെള്ളത്തിലേക്ക് ചാടുന്നു. ശേഷം ഇവർക്ക് എന്ത് സംഭവിച്ചോ എന്നത് ഇപ്പോൾ കാണിക്കാതെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ സിയ ആണ്. സിയ ഇപ്പൊ സ്കൂളിലേക്ക് സൈക്കിളിൽ പോകുന്ന ടീം. അവളെ പറ്റി തന്നെ ഓർക്കുന്നു. എനിക്ക് ഇപ്പൊ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ത് കാര്യത്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തത് എന്റെ അമ്മയും രണ്ടാമത്തേത് എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ ദുവാനുമാണ്. പക്ഷെ എന്തിനും ഏതിനും ഇവരെ ഡിപ്പെൻഡ് ചെയ്യരുത്, എന്റെ കാര്യം ഞാൻ തന്നെ നോക്കണമെന്നൊരു തീരുമാനം ഞാനിപ്പോ എടുത്തിട്ടുണ്ടെന്ന് അവളിങ്ങനെ ഓർത്ത് തീരുമ്പോഴേക്കും അവളുടെ സൈക്കിളിന്റെ ചെയിൻ പൊട്ടുന്നു. തുടർന്ന് സൈക്കിൾ ഓടിക്കാൻ പറ്റാതെ അവിടെ നിൽക്കുന്നവൾ മുന്നിൽ സൈക്കിൾ ഓടിച്ചു പോകുന്ന അവൾ ഇപ്പൊ പറഞ്ഞ അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ ദുവാനെ വിളിക്കുന്നു. അവനാണ് പിന്നീട് അത് അവൾക്ക് റെഡിയാക്കി കൊടുക്കുന്നത്. കണ്ടില്ലേ, എന്തിനും ഏതിനും ഇവനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഞാൻ കരുതാറുണ്ട്. എന്റെ കാര്യം ഞാൻ തന്നെ നോക്കണം എന്ന് വിചാരിക്കുമെങ്കിലും അങ്ങോട്ട് വർക്ക്ഔട്ട് ആവുന്നില്ല. ഒടുക്കം ഇവനോട് തന്നെ എന്തും ഏതും ചോദിക്കേണ്ട അവസ്ഥയാ എനിക്ക്. സാരില്ല, എനിക്കത് ഇഷ്ടമാ. കാരണം ഇവൻ എന്റെ സൂപ്പർ ഹീറോയാ. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവൻ മുൻപന്തിയിൽ തന്നെ കാണുമെന്നല്ല അവൾ ഇങ്ങനെ പറയുന്നു. അന്നാകട്ടെ സ്കൂൾ അസംബ്ലിക്കിടയിൽ ഒരു പെൺകുട്ടി തല കറങ്ങി വീഴുന്നു. തുടർന്ന് അടുത്തുണ്ടായിരുന്ന ദുവാൻ ആ പെൺകുട്ടിയെ താങ്ങി പിടിക്കുമ്പോൾ ടീച്ചർ അവളെ സിക് റൂമിലേക്ക് കൊണ്ടുപോകാനായി അവനോട് പറയുന്നു. ഇത് കാണുന്ന അസിയ ഞാനും കൂടെ പോകുന്നു പറഞ്ഞ് സഹായത്തിനായി കൂടെ പോകുന്നു. പക്ഷെ അവൻ ആ പെൺകുട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ട് സിയക്ക് ഒട്ടും തന്നെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ആ പെൺകുട്ടിയെ സിക് റൂമിലേക്ക് എടുത്തിട്ട് ദുവാൻ പോകുന്ന ടീം അവിടെ ഇരിക്കുന്ന സിയോട് പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന അവൾ കുശലം പറയുന്നു. കൂടാതെ ദുവാനെ പറ്റി ഓരോന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടിക്കാലം മുതലേ വളരെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ? പറ, എപ്പോഴേലും അവൻ നിന്നെ കിസ് ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം ആ പെണ്ണിങ്ങനെ ചോദിക്കുമ്പോ, അപ്പോ നിനക്ക് ഒരു വയ്യാഴികയില്ലായിരുന്നല്ലേ, നീ എന്തിനാ അടവെടുത്തത് എന്ന സിയുടെ ചോദ്യത്തിന് എനിക്ക് ഈ അസംബ്ലിക്ക് നിന്ന് വെയിലും കൊണ്ട് എക്സസൈസ് ഒന്നും ചെയ്യാൻ വയ്യ, അതുകൊണ്ടാണെന്ന് അവള് പറയുമ്പോ, എന്തായാലും കോൾ അടിച്ചല്ലോ, നീ ദുവാനെ പറ്റി തിരക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവനോട് നിനക്കൊരു ഇഷ്ടമുണ്ടെന്ന്. അവൻ തന്നെ നിന്നെ ഇവിടെ വരെ എടുത്തോണ്ട് വന്നില്ല എന്നില്ല സിയ ഒരുമാതിരി ഇഷ്ടക്കേടോട് കൂടി പറയുമ്പോൾ അവൾക്ക് അതെന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. അവളെ നേരം ദുവാനെ പറ്റി സിയോട് ഓരോന്ന് ചോദിച്ചിരിക്കുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ദുവാന്റെ കൂടെ തിരികെ പോകാനായി നിൽക്കുന്ന ടീം സിയ ആ കാര്യം ദുവാനോട് പറയുന്നു. അവൾ ഇന്ന് നിന്നെ പറ്റി ഒരു 10-20 തവണയെങ്കിലും എന്നോട് ചോദിച്ചെന്നെല്ലാം അവൾ പറയുന്നുണ്ടെങ്കിലും ദുവാൻ അതൊന്നും കേട്ട ഭാവം കാണിക്കുന്നില്ല. ഇപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന പെൺകുട്ടിയുടെ പേര് ലിസ എന്നാണ്. ലിസയുടെ കാര്യമൊക്കെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ ദുവാൻ കേട്ടിരിക്കുന്നത് കണ്ട് അവൻ പ്രണയിക്കാനൊന്നും താല്പര്യമില്ലാത്ത ഒരു പഠിപ്പിസ്റ്റാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അവന്റെ നോട്ടമൊക്കെ വേറെ ലെവലാണ്. അവന് കൂടെ പഠിക്കുന്ന പെൺകുട്ടിയേക്കാൾ ഇഷ്ടം പഠിപ്പിക്കുന്ന ടീച്ചറിനെയാണ്. മിമി എന്ന അവരുടെ ടീച്ചറിനെ വായി നോക്കിയിരിക്കലാണ് അവന്റെ ക്ലാസ്സിലെ പ്രധാന പരിപാടി. ഒരു ദിവസം ക്ലാസ്സിലിരുന്ന് അവൻ മിസ്സിനെ വായി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ലിസ അവനെ വായി നോക്കിയിരിക്കും. അങ്ങനെ മിസ്സിനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായി ഓരോ ഡൗട്ടുകൾ ഉണ്ടാക്കി അവൻ സ്റ്റാഫ് റൂമിൽ ചെന്ന് കാണാറുണ്ട്. ഇന്നതേ അങ്ങനെ മിസ്സിനെ കണ്ട് സംസാരിച്ച് ഡൗട്ടൊക്കെ ക്ലാരിഫൈ ചെയ്യാനായി അവൻ പോകുന്ന ടീമാണ്. മിസ്സിന് ഒരു ഫോൺ കോൾ വരുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. ഒരു പയ്യനാണ് വിളിച്ചിരിക്കുന്നതെന്ന് ആ ഒരു പിക്ചറിൽ നിന്ന് വ്യക്തമാണെങ്കിലും മിസ് ആ കോൾ അറ്റൻഡ് ചെയ്യാതെ കട്ട് ചെയ്യുന്നു. അവനാകട്ടെ ആ ഒരു കാര്യം മനസ്സിൽ വല്ലാണ്ട് അങ്ങ് ഉടക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് പതിവ് പോലെ സിയെ കൂട്ടിക്കൊണ്ട് പോകാൻ നിൽക്കാതെ അവൻ നേരത്തെ മിസ് പോകുന്നത് ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങുന്നു. ക്ലാസ്സിലൊക്കെ ദുവാനെ അന്വേഷിക്കുമ്പോഴാണ് അവൻ നേരത്തെ പോയല്ലോ എന്ന കാര്യം സി അറിയുന്നത്. എന്നെ കൂട്ടാതെ അവൻ പോയോ എന്ന് ഉറപ്പിക്കാനായി അവൾ സൈക്കിൾ വെക്കുന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അവന്റെ സൈക്കിൾ അവിടെ ഇല്ല. അവൻ പോയെന്ന് ഉറപ്പിക്കുന്ന അവൾ നല്ല വിഷമത്തിലാവുന്നു. എന്തായാലും പോകും വഴി അവൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ആരോ ഫോളോ ചെയ്ത് പതിയെ പോകുന്നത് കാണുന്ന അവൾ അവനെ പിന്തുടരാനായി തുടങ്ങുന്നു. അങ്ങനെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ ഫോളോ ചെയ്യുന്നത് മിസ്സിനെയാണെന്ന്. മിസ് ഒരു നല്ല റിവർ ഉള്ള ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ മഴ ചാറുന്നുണ്ടായിരുന്നു. മിസ് അതൊന്നും കൂസാതെ എന്തോ വിഷമത്തിൽ നിൽക്കുമ്പോൾ അവൻ അവിടെ ചെന്ന് മിസ്സിന് കൂടെ പിടിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവരവിടെ നിന്ന് സംസാരിക്കുന്നത് മാറി നിന്ന് കണ്ട് ദേഷ്യം വരുന്ന സിയാകട്ടെ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ അവന്റെ സൈക്കിളിനിട്ട് ഒരു തൊഴി വെച്ചു കൊടുത്ത് അതും തട്ടിയിട്ടിട്ടാണ് പോകുന്നത്. അപ്പോഴേക്കും മിസ്സിന്റെ മുഖം കാണുന്ന ദുവാൻ എന്തോ വിഷമമുണ്ടെന്ന് മനസ്സിലാക്കി എന്ത് പറ്റി, മിസ് ഓക്കെ അല്ലേ എന്ന് തിരക്കുമ്പോൾ ഞാൻ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്റെ മനസ്സിന് ഒത്തിരി സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഇവിടെ വന്ന് നിൽക്കാൻ ഞാൻ ഇഷ്ടപ്പെടും, ഇതെന്റെ ഫേവറേറ്റ് സ്പോട്ടാണെന്നെല്ലാം മിസ് പറയുമ്പോൾ എന്തായാലും ഇപ്പോ സന്തോഷം കൊണ്ടല്ല എന്തോ സങ്കടം കൊണ്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന അവൻ അതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മിസ് ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല. നീ എന്തിനിപ്പോ എന്നെ ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വന്നത്? വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ് മിസ് അവനെ പറഞ്ഞു വിടുന്നു. അന്ന് വീട്ടിലേക്ക് ഒറ്റയ്ക്ക് സി എത്തുമ്പോ ദുവാൻ എവിടെയെന്ന് അവളുടെ അമ്മ ചോദിക്കുന്നു. എനിക്കറിയില്ല, ചത്തുപോയി കാണുമെന്ന് പറഞ്ഞ് അവള് കലിപ്പിലാവുമ്പോ നീ എന്തിങ്ങനൊക്കെ പറയുന്നേ, അവനാണെങ്കിൽ അമ്മ പോലും ഇല്ലാത്ത പയ്യനല്ലേ, അവൻ എന്തിങ്ങനെ പറയുന്നൊക്കെ അമ്മ ദേഷ്യപ്പെടുമ്പോ അവൻ അമ്മയില്ലേലും എന്റെ അമ്മ അവനെ സ്വന്തം മകനേക്കാൾ കാര്യത്തിലല്ലേ നോക്കുന്നത്, എനിക്കെല്ലാരും ഇല്ലാത്തെന്ന് പറഞ്ഞ് അവളിങ്ങനെ ദേഷ്യപ്പെട്ട് റൂമിൽ കയറുമ്പോ അമ്മയ്ക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അവളാകട്ടെ നേരെ സോഷ്യൽ മീഡിയ എടുത്ത് മിസ്സിന്റെ പ്രൊഫൈല് സെർച്ച് ചെയ്യാനായി തുടങ്ങുന്നു. പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് ദുവാൻ വരുമ്പോ അവനോട് എവിടെ പോയിരുന്നു എന്നെല്ലാം സിയ ചോദിക്കുമ്പോ ഞാൻ ബുക്ക് സ്റ്റോളിൽ പോയതാണെന്ന് അവൻ കള്ളം പറയുന്നു. മിസ്സിന് വേണ്ടി ഇപ്പൊ എന്നോട് കള്ളം പറയാൻ ഇവൻ തുടങ്ങിയല്ലോ എന്ന് അവൾക്ക് നല്ല കലിപ്പാവുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും നേരിട്ട് ചോദിക്കുന്നില്ല. അടുത്ത ദിവസം അങ്ങട്ടെ സ്കൂളില് ബ്രേക്ക് ടൈമില് മിസ്സിനെ കാണാനായി ദുവാൻ ചെല്ലുന്ന ടീം മിസ്സിന്റെ ബോയ് ഫ്രണ്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവര് രണ്ടുപേരും കണ്ട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് ആകെ ദുവാൻ ഷോക്ക് ആവുന്നു. കാരണം ഇവൻ ഓൾറെഡി ഈ ഒരു ആളെ മിസ്സിന്റെ ഫോണിൽ കോൾ വരുന്ന ടീം ഡിസ്പ്ലേ ആവുന്ന പിക്ചർ വരെ കണ്ടു
കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അത് തീരെ സഹിക്കാൻ വയ്യ നിൽക്കുമ്പോൾ അത് കാണുന്ന സിയാണ് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എന്തായാലും അവൻ ആ നടന്ന സംഭവം മൂലം അന്ന് ആകെ ഷോക്ക് അടിച്ചിരിക്കുകയാണ്. അവൻ കാര്യമൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും സിക്ക് മനസ്സിലാവുന്നുണ്ട് അവന് മിസ്സിനോട് ഇഷ്ടമായിരുന്നു, മിസ്സിന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടതിന്റെ കലിപ്പാണെന്ന്. നാളെ പെട്ടെന്ന് അറിയുമ്പോൾ അവൻ ഞെട്ടണ്ടെന്ന് കരുതി അവൾ അവനെ ഫോൺ ചെയ്ത് എന്തായാലും മിസ്സിനെ പഠിപ്പിക്കാൻ വരില്ല എന്നൊരു ന്യൂസ് ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ നീ ചുമ്മാ അനാവശ്യം പറയില്ലേ, മിസ് വരുമെന്നും പറഞ്ഞ് അവൻ ആ കോള് കട്ട് ചെയ്യുന്നു. അവൻ മിസ്സിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ തപ്പാനായി ശ്രമിക്കുന്നുണ്ടെന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ എന്തായാലും ഇവന്റെ കാര്യം ഇനി എന്താവോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവൾക്ക് ഒരു പഴയ ഡയറി കിട്ടുന്നത്. ആ ഡയറിയിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഒപ്പം ഒരു കുറിപ്പും. ഞങ്ങൾ രണ്ടുപേരും സെയിം പയ്യനെയാണ് ഇഷ്ടപ്പെട്ടതെന്ന്. ആ ഫോട്ടോയിലുള്ള രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ സിയുടെ അമ്മയാണ്, മറ്റേത് ദുവാന്റെ അമ്മ. രണ്ടുപേരും ഒരേ ആളെയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് വായിക്കുന്ന സിയയ്ക്ക് ഇനി ഒരു പക്ഷേ ദുവാന്റെ അച്ഛനെയാണോ തന്റെ അമ്മയും ഇഷ്ടപ്പെട്ടിരുന്നത് എന്നൊരു ഡൗട്ട് വരുന്നു. തന്റെ അമ്മ ഇഷ്ടപ്പെട്ടിരുന്ന ആളിനെ സ്വന്തമാക്കാനായി അമ്മയ്ക്ക് സാധിച്ചില്ല. പക്ഷെ താൻ അങ്ങനെ ആവരുത്, തനിക്ക് പ്രണയം തോന്നുന്ന ആളിനെ തന്നെ വിവാഹം ചെയ്ത് ഹാപ്പിയായി ജീവിക്കണം എന്നൊരു തീരുമാനം അവിടെ അവൾ എടുക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഓൾറെഡി തന്റെ ഫേവറേറ്റ് മിസ്സിനെ കാണാൻ സാധിക്കാത്തതിന്റെ സങ്കടമുണ്ട് ദുവാന്. അവന്റെ അച്ഛനാകെ കള്ളു കുടിച്ച് ആകെപ്പാടെ ലൈഫ് നശിച്ചിരിക്കുന്ന ഒരു രീതിയിലാണുള്ളത്. ആ ഒരു അവസരം മുതലാക്കി അവന്റെ രണ്ടാനമ്മ അവർ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്ന വീട് വിൽപ്പനയ്ക്ക് വെക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ആരൊക്കെ ആ വീട് വാങ്ങാനായി നോക്കാൻ വന്നാലും അവരോടൊക്കെ ഇതെന്റെ അമ്മ മരിച്ച വീടാ, ഈ വീട് വിട്ടിട്ട് അങ്ങനെ പോയില്ല എന്നും പറഞ്ഞ് അത് തടസ്സപ്പെടുത്തി വിടുകയാണ് ദുവാൻ. രണ്ടാനമ്മയ്ക്ക് അതിന്റെ പേരിൽ അവനോട് നല്ല കലിപ്പുണ്ട്. എന്തായാലും അവൻ വിചാരിച്ചതുപോലെയല്ല, മിസ്സിനെ കാണാതിരിക്കാൻ വയ്യാതെ അവൻ മിസ്സിന്റെ ഫേവറേറ്റ് സ്പോട്ടിലേക്ക് ഒരു ദിവസം ഈവനിങ് പോകുമ്പോൾ അവിടെ മിസ്സിനെ കാണുന്നു. മിസ് എവിടേക്കാ ഒന്നും പറയാതെ പോയി മറിഞ്ഞതെന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്ക് ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു തീരുമാനം എടുക്കാനുണ്ടായിരുന്നു, അതിനുവേണ്ടി ഒരു ബ്രേക്ക് എടുത്തതാ, അല്ലാതെ ജോലി ഉപേക്ഷിച്ച് പോയതല്ലാന്ന് മിസ് പറയുമ്പോൾ അവൻ ആശ്വാസമാവുന്നു. എന്തായാലും അവൻ ഇവിടെ മിസ്സിനെ കാത്തു നിന്ന് മഴ നനഞ്ഞു കുതിർന്ന് നിൽക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന മിസ് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സൊക്കെ കൊടുക്കുന്നു. ഒപ്പം അവന് നൂഡിൽസ് ഒക്കെ തയ്യാറാക്കി കൊടുക്കുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന ടീം അവൻ മിസ്സിനെ സംസാരിക്കാനായി പലതവണ വിളിക്കുമ്പോഴും മിസ് കേൾക്കുന്നില്ല. മിസ് മനഃപൂർവ്വം എന്റെ സംസാരം കേൾക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ കേൾക്കാത്തതുപോലെ ഇരിക്കുന്നതാണോ എന്ന് അവൻ ചോദിക്കുമ്പോഴാണ് അല്ല, എന്റെ ലെഫ്റ്റ് ഇയറിൽ കേൾവിയില്ല എന്ന രഹസ്യം മിസ് അവനോട് തുറന്നു പറയുന്നത്. ഇത്രയും നാൾ അവൻ ഈ മിസ്സിനെ പല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും അവൻ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അവിടെ നിന്ന് അവൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മിസ്സിന്റെ ബോയ് ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. ആദ്യം ഇവനെ ഇവിടെ കാണുമ്പോൾ പുള്ളിക്ക് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഇവൻ മിസ്സിന്റെ ഫേവറേറ്റ് സ്പോട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണെന്ന് അറിയുമ്പോൾ, കാരണം അത് മിസ്സിനും ബോയ് ഫ്രണ്ടിനും മാത്രം അറിയാവുന്ന രഹസ്യമായ ഒരു സ്ഥലമായിരുന്നു. ആ ഒരു സമയത്താണ് അവിടെ അവന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അച്ഛൻ എന്തോ പ്രശ്നമാണെന്ന് കോളിലൂടെ അറിയുന്ന അവനെ ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് വിടാതെ മിസ്സും ബോയ് ഫ്രണ്ടും കൂടെ ചെല്ലുന്നു. അവിടെയാണെങ്കിൽ അച്ഛൻ കള്ളു കുടിച്ച് ആരുടെക്കോ പ്രശ്നം ഉണ്ടാക്കി കാശിന്റെ പേരിൽ വഴക്കൊക്കെ നടക്കായിരുന്നു. ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന ദുവാന്റെ കൂടെ ഉണ്ടായിരുന്ന മിസ്സിന്റെ ബോയ് ഫ്രണ്ട് കാശ് കൊടുത്ത് അത് സെറ്റിൽ ചെയ്ത് അച്ഛനെ ദുവാന്റെ കൂടെ പറഞ്ഞു വിടുന്നു. ദുവാൻ ഒറ്റയ്ക്ക് അച്ഛനെ കൂട്ടിക്കൊണ്ട് വരാൻ സാധിക്കാത്തതുകൊണ്ട് അവൻ ഇത് സിയയുടെ അമ്മയെ അറിയിക്കുമ്പോൾ അമ്മയും സഹായത്തിന് കൂടെ പോകുന്നുണ്ട്. അത് ദുവാന്റെ സ്റ്റെപ്പ് മദറിന് ഇഷ്ടപ്പെടുന്നില്ല. ഓൾറെഡി ഇവർ തമ്മിൽ അഫെയർ ആണെന്ന് സംശയിച്ച് നടക്കുന്ന അവർ അതിന്റെ പേരിൽ സിയ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ അവളോട് വഴക്കുണ്ടാക്കുന്നു. അവളെ വല്ലാണ്ട് അവർ പേടിപ്പിച്ചിരുന്നു. നിന്റെ അമ്മ എന്റെ ഹസ്ബൻഡിനെ തട്ടിയെടുക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവർ അവിടെ കിടന്ന് ഫുൾ അലങ്കോലപ്പെടുത്തിയിട്ടിട്ട് പോകുമ്പോൾ ആകെ ടെൻഷൻ ആവുന്ന അവൾ തിരികെ തന്റെ വീട്ടിലേക്ക് അമ്മ ദുവാന്റെയും ദുവാന്റെ അച്ഛന്റെയും കൂടെ എത്തുമ്പോൾ പൊട്ടിത്തെറിക്കാണ്. അമ്മയ്ക്ക് ഇവന്റെ അച്ഛനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ എന്നെ പോലും അമ്മ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്തി ഇവനെ ഇത്ര കാര്യമായി സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ കിടന്ന് അവള് ബഹളം വെക്കുമ്പോൾ നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ദുവാൻ അവളെ സമാധാനിപ്പിക്കുന്നു. പക്ഷെ അവളത് കേൾക്കാൻ നിൽക്കാതെ എല്ലാ കാര്യങ്ങളും എന്റെ അമ്മ നിനക്കാ കൂടുതൽ തന്നിട്ടുള്ളത്, അത് സ്നേഹമായാലും ഭക്ഷണമായാലും വാങ്ങുന്ന എന്തെങ്കിലും സാധനമാണെങ്കിൽ പോലും എനിക്ക് ആകെപ്പാടെ ഒരു അമ്മയുള്ളൂ, ആ അമ്മയും കൂടി എന്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോയാൽ അത് ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞ് അവള് റൂമിനകത്ത് കയറി കഥ അടയ്ക്കുമ്പോൾ ഇത് കേട്ട് ദുവാനും അമ്മയും ആകെ സങ്കടത്തിലായിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം ദുവാന്റെ വീട്ടിൽ നിന്ന് അവനൊരു ലെറ്റർ കിട്ടുന്നു. അവന്റെ രണ്ടാനമ്മയ്ക്ക് ഇവിടുത്തെ താമസം മതിയായെന്നും ഇനി ഈ ഫാമിലിയിലേക്ക് തിരിച്ചില്ലെന്നും പറഞ്ഞ് ഒരു കത്ത് എഴുതി വെച്ചിട്ട് അവരൊരു പോക്കും പോയി. എന്തേലും ആ ഒരു സംഭവത്തിന് ശേഷം സിയ പിന്നെ ദുവാനോട് മിണ്ടിയിട്ടേ ഇല്ല. ദുവാനാകട്ടെ മിണ്ടാൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അവള് മൈൻഡ് ആക്കാത്തത് കൊണ്ട് അവളെ ശല്യപ്പെടുത്താതെ അവനെ ഒഴിഞ്ഞു മാറുന്നു. അവൻ അങ്ങനെ ഇരിക്കെ ഒരു പാർട്ട് ടൈം ജോലിക്ക് അന്വേഷിക്കുന്നത് മനസ്സിലാക്കുന്ന ലിസയാണ് അവനൊരു ബാറിലേക്ക് വിളിച്ചുകൊണ്ട് പോയി അവിടെ ഒരു പാർട്ട് ടൈം ജോലി അവളുടെ ഹോൾഡ് കൊണ്ട് അവന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. 10ാം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞ് പിന്നീട് +1 +2 ഒരു സ്ട്രീം സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഇവർ സെപ്പറേറ്റഡ് ആവുന്നു. സിയ എടുത്തിരിക്കുന്ന സ്ട്രീം അല്ല ദുവാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ ദുവാന്റെ അതേ സ്ട്രീമാണ് ലിസ. അവളിങ്ങനെ അവനെ അവോയ്ഡ് ചെയ്ത് നടക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ അവനെ പറ്റിയുള്ള ചിന്ത ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ ലിസയുടെ കൂടെ കൂട്ടുകൂടുന്നതും അവളുടെ കൂടെ ഇങ്ങനെ എപ്പോഴും ബാറിൽ പോകുന്നു എന്ന് അറിയുന്നതും ഒക്കെ സിയെ ആകെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അവൾ അതിന്റെ കാര്യങ്ങളിൽ ടെൻഷൻ ആയിരിക്കുന്നുണ്ടെങ്കിലും അവനോട് ചെന്ന് മിണ്ടണ്ട എന്ന് തന്നെയാണ് അവളുടെ തീരുമാനം. ആ ഒരു സമയത്താണ് അവൾ മുന്നേ ഇടയ്ക്ക് ടൈം പാസിന് ചുമ്മാ ചാറ്റ് വഴി ഹെങ് എന്നൊരു പയ്യനുമായി ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ പിന്നീട് ആ ചാറ്റ് സീരിയസ് ആയിട്ട് എടുത്ത് അവളെ പ്രപ്പോസ് ചെയ്തപ്പോൾ അവൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഇപ്പൊ അവൻ തന്നെ പിന്തുടർന്ന് വരികയാണെന്ന് മനസ്സിലാക്കുന്ന അവൾ ദുവാന്റെ കാര്യത്തിൽ നിന്ന് തന്റെ മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഹെങ്ങുമായി പുറത്തേക്ക് പോകുന്നു. ഹെങ്ങിനെയും കൂട്ടി അവൾ ചെന്നിരിക്കുന്നത് ദുവാൻ മിസ്സിനെ കാണാനായി വരാറുണ്ടായിരുന്ന മിസ്സിന്റെ ഫേവറേറ്റ് സ്പോട്ടിലേക്കാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഹെങ് ആ ഒരു ടൈം അവൾക്ക് അപ്രതീക്ഷിതമായി ഒരു കിസ് കൊടുക്കുമ്പോൾ കിസ്സോ, നീ എന്തിനാ എന്നെ കിസ് ചെയ്തത്, ഇത് നമ്മുടെ ഡേറ്റ് ഒന്നും അല്ല, ഞാൻ നിന്നെ ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്, എനിക്കൊരു ഫ്രണ്ട് വേണം, എന്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ ഒന്ന്
തുറന്നു പറഞ്ഞ് എന്റെ മനസ്സൊന്ന് ഫ്രീ ആക്കാൻ, അത്രേ ഉള്ളൂ നമ്മൾ തമ്മിൽ, അല്ലാതെ നമ്മൾ തമ്മിൽ ഒരു റിലേഷനും ഇല്ലാന്നല്ല അവൾ എങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും അങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പിലൂടെ പൊക്കോണ്ടിരുന്ന ഇവർക്കിടയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിന്നീട് വഴക്കും അവഗണനയും ഒക്കെ പതിവായെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ രണ്ടുപേർക്കും കെയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അമ്മ ദുവാനിന് വീട്ടിലെ ഫുഡ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിയ ആ ടീം ഫുഡ് കഴിക്കാനായി ചെന്നിരിക്കുന്നു. എപ്പോഴും എന്തെങ്കിലും സ്പെഷ്യൽ കറിയൊക്കെ മിച്ചം വരുമ്പോൾ അത് ദുവാനായിരുന്നു അമ്മ കൊടുക്കാറുണ്ടായിരുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെ ഒരു മാറ്റം ഇല്ലാതെ അമ്മ കൊടുക്കുമ്പോൾ അവൻ അതെടുത്ത് സിയയ്ക്ക് വിളമ്പുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ ഇങ്ങനെ പെരുമാറുമ്പോൾ അവൾ ആകെ അന്തം വിട്ടു പോകുന്നുണ്ട്. എന്തായാലും പിന്നീട് അവളോട് ഡിഷ് വാഷ് ചെയ്യാനായി അമ്മ പറയുമ്പോൾ ആ ജോലി അവൻ ഏറ്റെടുക്കുന്നു. അവനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് പ്ലേറ്റ് വെക്കാൻ വരുന്ന അവൾ പൈപ്പ് തിരിക്കുമ്പോൾ അവളുടെ ദേഹത്തേക്കൊക്കെ വെള്ളം തെറിക്കുന്നുണ്ട്. അവനാകട്ടെ അവളെ മാറ്റി നിർത്തി അവളുടെ ദേഹത്തേക്ക് വെള്ളമാവാതെ പ്രത്യേകം ശ്രദ്ധിച്ച് അവളുടെ മുഖത്തുള്ള വെള്ളത്തുള്ളിയെല്ലാം തുടച്ചു കൊടുക്കുമ്പോൾ അവൾ അവനോട് അപ്പോഴും ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും മാറിപ്പോയി അത് ഓർത്ത് ചിരിക്കുന്നത് നമുക്ക് കാണാം. വീണ്ടും പഴയതുപോലെ കൂട്ടാവാൻ ഒരു അവസരം അവൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവൾ അങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്ന ദിവസം അവനെ കാണാനായി അവൻ ജോലി ചെയ്യുന്ന ക്ലബിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് ക്രിസ്മസ് സെലിബ്രേഷന്റെ ഇടയിൽ എല്ലാവരും ഡാൻസ് ചെയ്യും ഹഗ് ചെയ്യും ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു കൂട്ടത്തിൽ ലിസയെ ഹഗ് ചെയ്യുന്ന ദുവാനെയാണ്. അത് കാണുന്ന അവൾക്ക് നല്ല ദേഷ്യം വരുന്നു. അവനോട് തോന്നിയ ഇഷ്ടമൊക്കെ മാറി ഇപ്പോൾ വീണ്ടും കലിപ്പാവുന്ന അവൾ അതിന്റെ ഫോട്ടോ എടുത്ത് പ്രിൻസിപ്പലിന് അയച്ചു കൊടുക്കുന്നു. കാരണം ഇവരുടെ സ്കൂളിലുള്ളവർ ഇങ്ങനെ ഡാൻസ് ബാറിലൊന്നും പോയി പങ്കെടുക്കാനൊന്നും പാടില്ല. ഇവനാകട്ടെ അവിടെ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നത് പോലും അതീവ രഹസ്യമായിട്ടായിരുന്നു. അത് സ്കൂളിൽ അറിഞ്ഞ് അവന് നല്ല പ്രശ്നമാവുന്നുണ്ട്. പക്ഷെ അത് സ്കൂളിൽ അറിഞ്ഞ് തനിക്ക് പങ്കെടുക്കാൻ യോഗ്യത കിട്ടിയ SC കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയതിലല്ല, മറിച്ച് ഇതറിഞ്ഞ് സിയെ തന്നെ പറ്റി എന്ത് കരുതുമെന്ന കാര്യം ഓർത്തിട്ടായിരുന്നു ദുവാന്റെ പേടി. അവൻ അറിയില്ലല്ലോ ഈ ഫോട്ടോ തന്നെ എടുത്ത് ഇങ്ങനെ വിഷയം ഉണ്ടാക്കിയത് അവളാണെന്ന്. അവളാകട്ടെ അവൻ അങ്ങനെ കെട്ടിപ്പിടിച്ചത് കണ്ട കലിപ്പ് തീർക്കാനായി അവളുടെ പുറകെ നടക്കുന്ന പയ്യനെ കൊണ്ട് അവളോട് ഐ ലവ് യു എന്ന് പറയിപ്പിക്കുന്നു. ജസ്റ്റ് അവനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. മറിച്ച് അവൻ പറയുന്ന ടീം കണ്ണടച്ചത് കേൾക്കുന്ന അവൾക്ക് ദുവാൻ തന്നോട് പറയുന്നത് പോലെയാണ് തോന്നുന്നത്. അവൾ എന്തായാലും അവനോട് തന്നെ കിസ് ചെയ്യാനും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ആ പയ്യൻ കിസ് ചെയ്യാൻ മുതിരുന്നില്ല. കാരണം അവന് ഇവളാകെ നെർവസ് ആണെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ അവൻ അത് ചെയ്യുന്നില്ല. എന്തായാലും ഇവിടെ നടന്ന ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്ന ദുവാൻ കാണുന്നു. അവൻ ഇത് കണ്ട് ആകെ കലിപ്പാവുന്നു. കാരണം അവനും അവളോട് ഒരു താല്പര്യം അപ്പോഴേക്കും തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടായി കൂടെ നടന്നപ്പോ മനസ്സിലാവാതിരുന്ന ഇഷ്ടം ഇവള് പിണങ്ങി മാറി അകന്ന് നടക്കുമ്പോഴും ഇവള് വേറൊരാളോട് കൂട്ടുകൂടുമ്പോഴും ഒക്കെയാണ് അവന് തിരിച്ചറിയാനാവുന്നത്. എന്തായാലും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രണ്ടുപേർക്കും ഒന്നിച്ച് വീട്ടിലിരുന്ന് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. ആ ഒരു സമയത്ത് ആ ഒരു പയ്യനെ ലിസയെ കിസ് ചെയ്യാൻ പോയതിനെ പറ്റി ദുവാൻ ചോദിക്കുമ്പോൾ നിന്റെ ലിസയുമായിട്ടുള്ള കെട്ടിപ്പിടുത്തം എന്തായിന്ന് അവൾ അവനെ കളിയാക്കുന്നു. ആ ഒരു സമയത്ത് ദേഷ്യം വരുന്ന അവൻ അവളുടെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടല്ലോ അത് അവിടെ ഇരിക്കുന്നത് കണ്ട് അതെടുത്ത് നോക്കുമ്പോൾ അതിൽ ആ പിക്ചർ അവൻ കാണുന്നുണ്ട്. അപ്പോ ഇതിലാണ് അന്നത്തെ ആ ഒരു പാർട്ടിക്കിടയിൽ നടന്ന കാര്യത്തിന്റെ പിക്ചർ എടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന അവൻ അപ്പോഴും ഇവളെ സംശയിക്കുന്നില്ല. നിന്റെ ക്യാമറ ആരെങ്കിലും വാങ്ങിയിരുന്നു എന്ന് അവളോട് ചോദിക്കുമ്പോൾ അതാ പയ്യൻ എടുത്തിരുന്നു എന്ന് പറഞ്ഞ് ഇവളെ ക്രഷ് അടിച്ച് നടക്കുന്ന പയ്യന്റെ പേര് പെട്ടെന്ന് അവൾ പറയുമ്പോൾ അവൻ തന്നെ ആയിരിക്കണം തന്റെ പിക്ചർ എടുത്ത് പ്രിൻസിപ്പലിനെ കാണിച്ചത് എന്ന ചിന്തയിൽ ദുവാൻ അടുത്ത ദിവസം ആ ഒരു പയ്യൻ സ്കൂളിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി സ്റ്റേജിൽ പെർഫോമൻസിന് കയറുമ്പോൾ സ്റ്റേജിൽ കയറി അവനെ അടിക്കുന്നു. അത് തടയാനായി അത് കണ്ട് സിയ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. അവിടെ നടക്കുന്ന പ്രശ്നത്തിൽപ്പെട്ട് സ്റ്റേജിൽ വെച്ചിരുന്ന ഡെക്കറേഷൻ സാധനം മറിഞ്ഞ് 3 പേരും അതിന്റെ അടിയിൽ വീഴുന്നു. എന്തായാലും സാരമായി പരിക്കേറ്റില്ലെങ്കിലും ആ ഒരു സംഭവത്തിൽ ചെറുതായി മുറിവേറ്റ് സിക്ക് മരുന്ന് വെച്ചു കൊടുക്കുന്ന ടീം അമ്മ നീയാണോ അന്ന് അവന്റെ പണിഷ്മെന്റ് കിട്ടാൻ കാരണമായ ആ ഒരു ഫോട്ടോ എടുത്തതെന്ന് ഈ നടന്ന കാര്യങ്ങൾ അറിഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടുന്നില്ല. ആ ടീമാണ് അമ്മ ഒരു കാര്യം പറയുന്നത്. നീ പറഞ്ഞത് ശരിയാ, ഞാനും ദുവാന്റെ അമ്മയും പ്രണയിച്ചത് ഒരാളെ തന്നെയാ. പക്ഷെ അത് നീ വിചാരിക്കുന്നത് പോലെ അവന്റെ അച്ഛനെയല്ല, മറിച്ച് നിന്റെ അച്ഛനെയാ. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ പ്രണയിച്ചത് ഒരാളെ ആയപ്പോ എന്റെ ഭാവം ആകെ മാറി. ഇഷ്ടപ്പെട്ട ആളെ സ്വന്തമാക്കാനായി ഞാൻ എന്റെ ഫ്രണ്ട്ഷിപ്പ് പോലും മറന്ന് പല ചീപ്പ് നമ്പറും പ്രയോഗിച്ചു. അത് പ്രകാരം എനിക്ക് നിന്റെ അച്ഛനെ സ്വന്തമാക്കാൻ കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ അധികം നാള് സന്തോഷത്തോടെ ജീവിച്ചില്ലല്ലോ. ഒരുപക്ഷെ എന്നെക്കാൾ ഏറെ നിന്റെ അച്ഛനെ കിട്ടാൻ അർഹതപ്പെട്ടത് ഒരുപക്ഷെ അവന്റെ അമ്മയ്ക്കായിരിക്കാം. ആ ഒരു സ്നേഹം ഞാൻ തട്ടിപ്പറിച്ചെടുത്തതിനുള്ള ദൈവശിക്ഷയായിരിക്കാം. അധികം വൈകാതെ അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. എന്തായാലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ദുവാന്റെ അമ്മ അവന്റെ അച്ഛനെ വിവാഹം ചെയ്ത് മാരീഡ് ലൈഫിലേക്ക് കടന്നത്. ഞാനിപ്പോ ഇത് നിന്നോട് പറയുന്നത് ഇഷ്ടപ്പെട്ട ആളെ സ്വന്തമാക്കാനായി നമ്മൾ ആ ഒരു മൊമെന്റിൽ എന്ത് ചീപ്പ് കാര്യവും ചെയ്യാനൊരു ആവേശം തോന്നിയെന്നിരിക്കും. പക്ഷെ പിന്നീട് അത് ആലോചിച്ച് നോക്കുമ്പോൾ എത്ര മോശമായിരുന്നു എന്നത് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല എന്ന് അമ്മ അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നു. ഇതെല്ലാം കേട്ട് മനസ്സിൽ വല്ലാത്ത വിഷമം വരുന്ന സിയ നേരെ പോകുന്നത് കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നില്ലേ, ഒരു പെൺകുട്ടി വെള്ളത്തിൽ വീഴുമ്പോൾ ഒരു പയ്യൻ രക്ഷപ്പെടുത്താനായി വെള്ളത്തിലേക്ക് ചാടുന്ന ആ ഒരു സ്ഥലം, അതേ സ്ഥലത്തേക്കാണ്. അവിടെ ചെല്ലുന്ന അവൾ ദുവാനെ വിളിച്ചു വരുത്തുന്നു. അവനോട് അവിടെ വെച്ചവൾ അവളാണ് ആ ഒരു പിക്ചർ പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് എത്തിച്ചതെന്ന കാര്യം വെളിപ്പെടുത്തുമ്പോൾ അതെനിക്ക് അറിയായിരുന്നു, ക്യാമറയിൽ ആ പടം കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായതാണെന്ന് അവൻ പറയും. പിന്നെ നീ എന്തിനാ മറ്റേ ആ പയ്യനെ പോയി അടിച്ചതെന്ന് അവൾ ചോദിക്കുന്ന ടീം അവൻ നിന്നെ കിസ് ചെയ്യാനായി വന്നില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിനടിച്ചതാണെന്ന് അവൻ പറയുന്ന ടീം അതിനോടൊപ്പം തന്നെ അവന് സിയെ ഇഷ്ടമാണെന്നത് അവള് വെളിപ്പെടുത്തുന്നു. കൂടാതെ അവളിങ്ങനെ ഇവൻ ലിസയെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടപ്പോൾ അതിൽ പോസസീവായി എന്തിനാണ് ഇങ്ങനെ പിക്ചർ പ്രിൻസിപ്പലിനെ കാണിച്ചത് എന്നതിന്റെ കാര്യവും അവന് മനസ്സിലായിട്ടുണ്ട്. അതായത് അവൾക്ക് അവനോട് പ്രണയമാണെന്ന്. രണ്ടുപേരും പരസ്പരം ചെയ്ത തെറ്റൊക്കെ പുറത്ത് വീണ്ടും അവർക്കിടയിൽ മുറിഞ്ഞു പോയ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷെ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ കഴിയില്ലല്ലേ, കാരണം രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു റിലേഷൻ തന്നെ അവരിപ്പോ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇടയ്ക്കുണ്ടായ ചില പ്രശ്നങ്ങൾക്ക് ശേഷം വീണ്ടും ഇവരിവിടെ ഒന്നിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ചില ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ്, കുട്ടിക്കാലം മുതലേ ഒരു സ്റ്റേജ്
എത്തുന്നത് വരെ അത് കട്ട ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന് കരുതി അങ്ങനെ അങ്ങ് പോവുമെങ്കിലും അതിലേക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് മൂന്നാമത് ഒരാൾ വരുമ്പോഴായിരിക്കും ഇത് ഫ്രണ്ട്ഷിപ്പ് അല്ല, ഇത് നമുക്ക് പ്രണയമായിരുന്നു പരസ്പരം ഉണ്ടായിരുന്നത് എന്നത് അവർ തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് ഇവിടെയും സംഭവിച്ചത്. അങ്ങനെ രസകരമായ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.